അത് ഒരു ഫാക്റ്റാണ്, ഒരു ഫാക്റ്റാ. അപ്പൊ ഇരുൾ എവിടുന്നാണെന്നുള്ളതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നില്ല, ഉണ്ടോ? എവിടുന്നാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഇത് ദൈവത്തിൽ നിന്നല്ല എന്നുള്ള വിശ്വാസമാണ്. കാരണം 1 യോഹന്നാൻ 1-5 അവിടെ യോഹന്നാൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ഇവിടെയാണ് ഇരുട്ട് എന്താണ്. അപ്പൊ എവിടുന്ന്, ഇപ്പൊ ആൾക്കാരുടെ ചോദ്യമുണ്ട്, എവിടുന്ന ഇരുട്ട് വന്നത്, എവിടുന്നാണ് അന്ധകാരം വന്നത്, എവിടുന്നാണ് പാപം വന്നത്, ഇല്ലേ? നാച്ചുറലിയുള്ള ചോദ്യങ്ങളൊക്കെ അല്ലേ, ഇസന്റ് ഇറ്റ്, അല്ലേ? ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണെന്ന് എന്റെ ചിന്ത, അല്ലേ? റൈറ്റ്. അപ്പോഴേ എവിടുന്നാണ് ഇരുട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുട്ട് എന്ന് പറയുന്നത് ഒരു ഉള്ള ഒരു കാര്യമല്ലെന്നുള്ളത് അതിനകത്ത് അർത്ഥം. വാട്ട് ഈസ് ഡാർക്ക്നെസ്? എന്താ ഇരുട്ട്? ഇരുട്ടിന് അതിൻ്റെതായ ഒരു ഉണ്മയില്ല. ഇരുട്ട് എന്ന് പറയുന്ന ഉണ്മയല്ല, വെളിച്ചത്തിന്റെ അഭാവമാണ് എന്ത്? ഇരുട്ട്. അപ്പൊ വെളിച്ചം എവിടുന്നെങ്കിലും വരണമെങ്കിൽ അതിനൊരു ഉത്ഭവം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇരുട്ടിനൊരു ഉത്ഭവം ആവശ്യമില്ല. ഈ അണ്ടർസ്റ്റാൻഡ് ലോജിക്ക് മനസ്സിലാകുന്നത്. ഇരുട്ട്, ഇപ്പൊ ഇവിടെ ഇരുട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ലൈറ്റ് ഓഫ് ചെയ്താൽ മതി. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നു? ഇരുട്ടാവുകയാണ്. ഇരുട്ട് എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല. ഈ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അപ്പൊ അതുകൊണ്ട് ഇരുട്ട് എവിടെ നിന്നും വരേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത് വെളിച്ചത്തിന്റെ അഭാവമാണ്. വെളിച്ചം മാത്രമേ ഉണ്മയായിട്ടുള്ളൂ. വെളിച്ചം ഇല്ലെങ്കിൽ എന്താണ്? ഇരുട്ടാണ്. പണ്ട് ഈ നാട്ടിലൊക്കെ കറണ്ട് ഒന്നും ഇല്ലാത്ത സമയത്ത് കല്യാണമൊക്കെ നടക്കും. ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല. നമ്മളെന്താ ഈ കേറ്ററിംഗുകാർക്കൊന്നും കൊടുക്കരുത്. വീട്ടിൽ എന്താ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തേയില്ല. തലേ ദിവസം ഇത് പെട്രോമാക്സ് ഒക്കെ കത്തിച്ച്, എന്താ ലൈറ്റ് ഒന്നുമില്ല, പെട്രോമാക്സ് ഒക്കെ കത്തിച്ച് എല്ലായിടത്തും കൊണ്ടുവച്ചൊക്കെയാണ് തലേ ദിവസത്തെ ഈ എല്ലാ ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിലെ അച്ചായൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പെട്രോമാക്സ് കത്തിച്ചിട്ട് പിള്ളേരുടെ മോന്റെ കൊടുത്തു, എടാ നീ ഇത് ഇരുട്ടുള്ളിടത്ത് കൊണ്ടുവെക്കാൻ. പെട്രോമാക്സ് കൊടുത്ത് പറഞ്ഞോ, നീ ഇത് ഇരുട്ടുള്ളിടത്ത് കൊണ്ടുവെക്കാൻ. ഇവൻ ഇതും കൊണ്ട് പെരക്കി വിട്ട് നടന്നിട്ട് എങ്ങും എന്ത് ചെയ്തില്ല. അവൻ നോക്കിയിട്ട് ഇരുട്ട് കാണുന്നില്ല. അവൻ പെട്രോമാക്സ് തിരിച്ചു കൊണ്ടുവന്നത് പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് ഇരുട്ടൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് പോയേക്കുന്നത്? പെട്രോമാക്സിലോട്ട് പോയി അവൻ ഇരുട്ടുള്ളിടത്ത് കൊണ്ട് വെക്കാൻ പോയി നോക്കുക. പക്ഷെ ഇരുട്ട് കാണാൻ പറ്റിയോ? ഇല്ല. കാരണം വെളിച്ചം ചെല്ലുമ്പോൾ ഇരുട്ട് മാറിപ്പോവുകയാണ്. അതുകൊണ്ട് ഇരുൾ എന്ന് പറയുന്നത് ഉണ്മയല്ല. അതുകൊണ്ട് ഇരുൾ എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന്റെ പ്രസക്തി ഉണ്ടാകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം വാസ്തവമാണ്, വെളിച്ചത്തിന്റെ അഭാവത്തിൽ ഇരുട്ടുണ്ട്, അല്ലേ? വെളിച്ചത്തിന്റെ അഭാവത്തിൽ മാത്രമാണ് ഇരുൾ പ്രവർത്തിക്കുന്നത്. വെളിച്ചം ഉള്ളപ്പോൾ അവിടെ എന്തില്ല? ഇരുളില്ല എന്നാണ്. ഉണ്മയില്ലാത്തതിനാൽ അതിനൊരു ഉത്ഭവ കാരണം വേണമെന്നില്ല. എന്നാൽ ഇരുൾ എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ഇരുൾ എന്ന് പറയുന്ന ഇവിടെ പറയുന്നത് എന്താണ്? ഇരുൾ വന്നതുകൊണ്ട് എന്തുണ്ടായെന്ന് പറഞ്ഞിരിക്കുന്നത്? അത് പാഴും ശൂന്യവും ആയിത്തീർന്നു. പാഴും ശൂന്യവുമായിത്തീർന്നു. അപ്പോൾ ഇരുട്ട് എന്ന് പറയുന്നത് നാശം വരുത്തുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ജീവദായകമായത് വെളിച്ചമാണ്. ഇപ്പോൾ സൂര്യന്റെ കാര്യം, ജീവദായകമായ സൂര്യന്റെ അഭാവത്തിൽ ചെടികളും, നമ്മളിപ്പം സൂര്യൻ പ്രകാശിക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ പിള്ളേർക്കറിയാമല്ലോ, ഈ നമ്മുടെ ജീവജാലങ്ങൾക്കെല്ലാം ഇൻഫാക്ട് ജീവൻ കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ജീവൻ ഉണ്ടാകുന്നത്? ബിക്കോസ് വി ഹാവ് എ സൺ. ഇവിടെ സൂര്യപ്രകാശം ഇല്ലാന്ന് വെച്ചു, ഒരു 10 വർഷത്തേക്ക് സൂര്യൻ മണി ഉറങ്ങി കഴിഞ്ഞാൽ യു കനോട്ട് സർവൈവ്. സൂര്യപ്രകാശം ഇപ്പം നമുക്കിപ്പം ഇവിടെ പ്രകാശമില്ല എന്നുള്ളതല്ല, വി ഹാവ് എ സൺ ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ വി ആർ അലൈവ്. അപ്പോൾ ഇവിടെ ഇപ്പൊ ഇരുട്ട് കഥ കളച്ചു കഴിഞ്ഞോ എന്നുള്ളതല്ല, സൂര്യന്റെ സാമീപ്യം കൊണ്ടും സൂര്യൻ കത്തി നിൽക്കുന്നത് കൊണ്ടുമാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജീവദായകമായ സൂര്യന്റെ അഭാവത്തിൽ ചെടികളും മറ്റ് ജീവജാലങ്ങളും എല്ലാം ക്രമേണ നാശത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകാശം എന്ന് പറയുന്നത് ജീവനാണ്, ഇരുട്ടെന്ന് പറഞ്ഞാൽ മരണമാണ്. പ്രകാശമില്ലായ്മയാണ് ഇരുട്ട്. ഇരുട്ട് ജീവൻ ഉത്പാദിപ്പിക്കത്തില്ല, പ്രകാശമേ അത് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അഭാവം എല്ലാത്തിനെയും പാഴാക്കുന്നതാണ്. അതുകൊണ്ട് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതെന്തായിത്തീർന്നു? പാഴും ശൂന്യവും ആയിത്തീർന്നു. ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയെ ഇരുൾ പാഴും ശൂന്യവും ആക്കി തീർന്നു. ഇനി അടുത്ത ഒരു കാര്യം, അതും ദൈവശാസ്ത്രപരമായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. എവിടെയാണ് ഇരുളിന്റെ ആവാസ കേന്ദ്രം? ആഴം അല്ലെങ്കിൽ സമുദ്രം, ആഴി. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിബ്ലിക്കൽ റൈറ്റേഴ്സിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സെമിറ്റിക് പശ്ചാത്തലം. ഏൻഷ്യൻ നിയർ ഈസ്റ്റില്, അതായത് പൗരാണിക പൂർവ്വദേശങ്ങളില് അവരുടെ സെമിറ്റിക് ചിന്ത അനുസരിച്ച് സമുദ്രമാണ് ഇരുട്ടിന്റെ എല്ലാം അന്ധകാരത്തിന്റെ എല്ലാം ആവാസ കേന്ദ്രം എന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളത്. ഈ ബാബിലോണിയൻ മിത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തെല്ലാം മോശം ദൈവമെല്ലാം സമുദ്രത്തിലെ ദൈവമാണ്, മോശം ദൈവമല്ല. കാരണം അവർ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമാണ്.
എനിമ എലീഷ എന്ന് പറഞ്ഞ ഒരു മിത്ത് അന്നത്തെ കാലത്ത് ഒരു ബാബിലോണിയൻ മിത്ത് ഉണ്ട്. അതിനൊക്കെ ഇപ്പം അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും ഒത്തിരി ആർക്കിയോളജിക്കൽ എവിഡൻസസ് ഒക്കെ ഉണ്ട്. അതിനകത്തൊന്ന് വായിച്ചൊക്കെ എടുത്തിട്ടുള്ള കാര്യങ്ങൾ, രണ്ട് ദൈവങ്ങൾ നമ്മൾ അവിടെ ദൈവങ്ങൾ നമ്മൾ യുദ്ധമാണല്ലോ, അവിടുത്തെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുന്നതാണല്ലോ, യുദ്ധം ആണല്ലോ. അപ്പൊ അതിനകത്ത് എപ്പോഴും ഈ ഡ്യുവലിസം ഉണ്ട്. ഇരുട്ടിന്റെ ദൈവവും പ്രകാശത്തിന്റെ ദൈവവും തമ്മിലുള്ള യുദ്ധം. അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്നത് തിയാമത്ത് എന്ന് പറയുന്ന ഒരു ദൈവവും ആപ്സു എന്ന് പറയുന്ന ഒരു ദൈവവും. തിയാമത്ത് എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ദൈവമാണ്, ബാഡ് ഗോഡ്. ആൻഡ് ആപ്സു എന്ന് പറയുന്ന ഫ്രഷ് വാട്ടറിന്റെ ദൈവമാണ്, ഗുഡ് ഗോഡ്. ഇത് നമ്മുടെ യുദ്ധം ഉണ്ടായി. തിയാമത്ത് എന്ത് ചെയ്യുന്ന അറിയാമോ? ആപ്സുവിനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആപ്സുവിന്റെ മോൻ ആണ് മാർദൂക്ക്. അവനും ഭൂമിയുടെ ദൈവവും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് തിയാമത്തിനെ പിടിച്ചിട്ട് ഇതിനെ വലിച്ചു കീറിയിട്ട് ഒന്ന് മുകളിലോട്ട് എറിഞ്ഞു, ഒന്ന് താഴോട്ട് എറിഞ്ഞു. മുകളിലോട്ട് പോയത് ആകാശം, താഴോട്ട് പോയത് ഭൂമി. ഇതാണ് എനിമ എലീശയിലെ സൃഷ്ടി ചരിത്രം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവിടെ ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറയുന്നത് എവിടുന്നാണ് വരുന്നത്? അല്ലെങ്കിൽ ആഴത്തിൽ നിന്നാണ് വരുന്നത്. ബിബ്ലിക്കൽ റൈറ്റേഴ്സിന്റെ മനസ്സിലെല്ലാം ഇതുണ്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് മൃഗം എവിടുന്നാണ് കയറി വരുന്നത്? സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്. നാച്ചുറലി ഇത് ബിബ്ലിക്കൽ തോട്ടാണ്, അല്ലാതെ ഞാൻ പറഞ്ഞത് സെമിറ്റിക് തോട്ടാണ്. അതിനെ ബിബ്ലിക്കൽ റൈറ്റേഴ്സ് അതുപോലെ എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയെ ഇരുട്ട് വന്നിട്ട് പാഴും ശൂന്യമാക്കി തീർത്തു. ഇരുട്ടിന്റെ ആവാസകേന്ദ്രം എവിടെയാണ്? ആഴം അല്ലെങ്കിൽ സമുദ്രം. ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തിന്റെ പ്രതികരണം ഇതിനെ ഉപേക്ഷിച്ച് കളയാന്നുള്ളതല്ലായിരുന്നു. വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ദൈവം സകലത്തെയും വിളിച്ചു വരുത്തത് ഇല്ലായ്മയിൽ നിന്ന് ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തുകയാണ്. ജസ്റ്റ് വൺ വേർഡ് ആൻഡ് ദാറ്റ് വാസ് ദേർ. ലെറ്റ് ദർ ബി ലൈറ്റ് ആൻഡ് ദർ വാസ് ലൈറ്റ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വെളിച്ചമുണ്ടായി. ഭൂമി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചെന്നുണ്ടാകും, ഭൂമി ഉണ്ടാകും. ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവൻ അങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് പറയാതെ ഉണ്ടാക്കിയത്. എന്താണ്? മനുഷ്യനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഭൂമിയെ കൂടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ എഫേർട്ടൊന്നും ആവശ്യമില്ല. ഉണ്ടോ? ഒരു വാക്ക്. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം അതല്ല. നമ്മുടെയൊക്കെ സ്വഭാവം അതാണ്. ഇപ്പൊ നമുക്കൊരു കാറുണ്ടെങ്കിൽ നാച്ചുറലി അത് ഇടിച്ചു തകർന്നു പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ, അത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, ഇപ്പൊ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണല്ലോ. സപ്പോസ് ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങളുടെ കാർ എവിടെ ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ടേക്ക് ഇറ്റ് ടു ദി വർക്ക്ഷോപ്പ് അല്ലേ? നമ്മുടെ നാട്ടിലെ കാര്യം പറയും, ഇവിടെ നടക്കത്തില്ല. അവിടെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്, നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഇല്ലെന്ന് വെച്ചു, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി, അത് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മൾ നാച്ചുറലി അവിടെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതെങ്ങനെ പണിയിച്ച്. കാര്യം നമുക്ക് വേറെ മാർഗ്ഗമൊന്നും ഇല്ല. എന്നാൽ അതേസമയം ഷെയ്ഖ് മുഹമ്മദിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയ്ഖിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാർ ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളി പിറ്റേ ദിവസം വണ്ടി ഇങ്ങോട്ട് വർക്ക്ഷോപ്പിൽ പോയി ഇതിനെ കൂടെ പണിയിച്ചുകൊണ്ട് വേർത്ത് കുളിച്ച് അവിടെ നിൽക്കും. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഹി വിൽ ബൈ അനദർ കാർ. ബൈ എന്ന് പറയണ്ടല്ലോ, ഇൻ ഫ്യൂ സെക്കൻഡ്സ് വേർ ബി അനദർ കാർ അല്ലേ? അവിടെ അയാളുടെ കാറ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മോഡൽ വേറൊരു കാർ അവിടെ ഇൻ ഫ്യൂ മിനിറ്റ് അവിടെ വന്നിരിക്കും അല്ലേ? ആൻഡ് ഹി ക്യാൻ. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? കളഞ്ഞേച്ച് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാമായിരുന്നു? വേറൊരു ഭൂമിയെ വിളിച്ചു വരുത്താമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവമാണ് ഇവിടെ. ദൈവത്തിന്റെ വെളിപ്പാട് ഞാൻ പറഞ്ഞത് യുണീക്നെസ് ഓഫ് ഗാഡ്. ദൈവം പറയുന്നത്, നോ, ഐ എം ഗോയിങ് ടു റീബിൽഡ് ഇറ്റ്. I have a burden for the perish and the void and shapeless earth. അത് ആഴത്തിൽ നിന്ന് ഇരുൾ വന്നിട്ട് ഇതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞാലും എനിക്ക് അതിനെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സില്ല. ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? God never abandoned. God is concerned. അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ പഴയ ബിൽഡിംഗ്സ് എല്ലാം അബാൻഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുത്തെ കാശ് കൊടുക്കാൻ ഞങ്ങളില്ല എന്നാണ് റെയിൽവേ പറയുന്നത്. അകത്തുനിന്നൊരു ഇഷ്ടി ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അബാൻഡൻ. എന്നാൽ ദൈവം തന്റെ സൃഷ്ടികളിൽ ഒന്നിനെ പോലും അബാൻഡൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇവിടെ കിടന്നേനെ അല്ലേ? ഇല്ലേ? ഭൂമി പാഴും ശൂന്യമായതുപോലെ നമ്മളെല്ലാം പിശാചിന്റെ പ്രവർത്തനത്താൽ, ഇരുളിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പാളിച്ചകളുണ്ടായി. പക്ഷെ ദൈവം നമ്മളെ എന്ത് ചെയ്തിട്ടില്ല? ഉപേക്ഷിച്ചിട്ടില്ല. അവൻ പൊക്കോട്ടെ. നാട്ടുകാരൊക്കെ പറയുമായിരിക്കും അവനെ കൊണ്ട് നീ ഒന്നും കൊള്ളത്തില്ല, ലീഹം അല്ലേ? എത്രയോ പ്രാവശ്യം നാട്ടുകാരെ തന്നെയല്ല, സ്വന്തം വീട്ടുകാരും ഭാര്യ ഭർത്താവിനെ കുറിച്ചും, ഭർത്താവ് ഭാര്യയെക്കുറിച്ചും, മക്കൾ അപ്പനെക്കുറിച്ചും, അപ്പൻ മക്കളെക്കുറിച്ചും ഒക്കെ പറയുന്ന കാര്യമാണ്. എന്താണ്? ഇനിയിപ്പം ലേഹം വിട്ടേര് അല്ലേ? പക്ഷെ ദൈവം ഒരിക്കലും പറയത്തില്ല അത്. ഗോഡ് നെവർ അബാൻഡൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗോഡ് നെവർ അബാൻഡൻ. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡിവൈൻ സിനഡ് കൂടുകയാണ്. ദൈവം ഒരു ഡിവൈൻ സിനഡ് കൂടുകയാണ്. ഡിവൈൻ സിനഡ് ഞാൻ പറയാൻ കാര്യം എന്താണ്? ഈസ് എ ട്രൈയൂൺ ഗോഡ്. ട്രിനിറ്റിയിലെ 3 പേരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമ്മൾ സൃഷ്ടിച്ച ആ മനോഹരമായ പാർപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമി ഇതാ പാഴും ശൂന്യവും ആയി തീർന്നിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ വി ഡു?
എന്താ ചെയ്യാൻ പറ്റുന്നത്? ഉടനെ ഹോളി ട്രിനിറ്റിയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് എണീറ്റ് പറഞ്ഞു, ഞാൻ ഭാവനയിൽ കാണുന്നു ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഫാക്ട് അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ എനിക്ക് എന്റെ മാനുഷിക ഭാവന ഞാൻ പറയാണ്. ഹോളി ട്രിനിറ്റിയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് എണീറ്റ് പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഇത് ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. We will never abandon. And that is not our nature. That is not our character. That's not we. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളല്ല. We cannot deny ourselves. ഇല്ലേ? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 2:11 കർത്താവ് പറയുന്ന ഒരു കാര്യം, പൗലോസ് പറയുന്ന അന്നത്തെ കാലത്തെ ഒരു സോങ് ആണ്. എന്താണ്? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഇല്ലേ? നമ്മൾ അവനെ തള്ളി പറയും, അവൻ നമ്മളെയും തള്ളി പറയും. നമ്മൾ അവിശ്വസ്തനായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവന് തന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ലല്ലോ. ഇല്ലേ? ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രതികരണം അനുസരിച്ച് ദൈവം ഇടപെട്ട് കഴിഞ്ഞാലും അവന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയത്തില്ല. ഹി കനോട്ട് ഡിനൈ ഹിംസെൽഫ്. അവന്റെ ഹോളി സ്പിരിറ്റ് പറയാണ്, നോ, വി കനോട്ട് ഡിനൈ അവർ സെൽഫ്. സോ വാട്ട് വി വിൽ ഡു? ഐ വിൽ ഗോ ഡൗൺ, ഐ വിൽ മാനേജ്. ഞാനത് ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, വേദോസം വായിക്കുമ്പോൾ ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ത്രസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആയിട്ടോ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് ആക്ട് ആയിട്ടോ നമ്മൾ കാണരുത്. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് വെൻ വി മേക്ക് എ മിസ്റ്റേക്ക് ആൻഡ് വി ബിക്കം വോയിഡ് ആൻഡ് ഷേപ്ലെസ്. ദ ഹോളി സ്പിരിറ്റ് നെവർ അബാൻഡൻ us. The Holy Spirit says, I will never abandon my child. Even though he is gone astray, even though he is rebellious, I will go down and I will move over my child. എന്റെ മകന്റെ മേൽ അല്ലെങ്കിൽ എന്റെ മകളുടെ മേൽ ഞാൻ പരിവർത്തിച്ച് അവനെ ശരിയാക്കും എന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ആ യുണീക്നെസ് 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പ്രവർത്തനനിരതനായി, ഈസ് ആൻ ആക്റ്റീവ് ഗോഡ്. പ്രവർത്തനനിരതനായ ദൈവമാണ്. അവൻ സൃഷ്ടിക്കുന്നവനായ ദൈവമാണ്. ദൈവം തന്റെ സൃഷ്ടിയെക്കുറിച്ച് വളരെയേറെ കരുതലുള്ളവനാണ്. ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നവനല്ല. He came down. The Holy Spirit came down to this world. ലോകത്തിലേക്ക് വന്നു. അവിടെ താഴേക്ക് വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കർത്താവ് വന്നിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് നോക്കുകയാണ്, എവിടെയാണ് പാളിച്ച പറ്റിയിരിക്കുന്നത്, എവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, എവിടെയാണ് പാഴായിരിക്കുന്നത്, എവിടെയാണ് ശൂന്യമായിരിക്കുന്നത്. ആൻഡ് ഹി ജസ്റ്റ് ഹാഡ് ആൻ ഓവർലുക്ക്. ജസ്റ്റ് എല്ലായിടവും ഒന്ന് നോക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കിയപ്പോൾ എവിടെ കണ്ടു? ആഴത്തിന്മീതെ അവൻ പ്രകാശമില്ലായ്മ കണ്ടു, ഇരുൾ കണ്ടു. ആഴത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, യാ ദിസ് ഇസ് മൈ പ്ലേസ്. ഇതാണ് കർത്താവ് അവിടെ മാറ്റിയില്ല. നമ്മൾക്കാണെന്ന് അറിയാമോ? നമ്മൾ ആ ശൂന്യമായ ഭാഗമാണ് വെട്ടിമാറ്റും. അല്ലെങ്കിൽ നാച്ചുറലി ദാറ്റ് ഈസ് ദി ഓൺലി തിങ് വി ക്യാൻ ഡു. വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇല്ലേ? വി ആർ നോട്ട് ഗോഡ്. നമ്മൾ ദൈവമല്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഹി ഈസ് ഗോഡ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ് ആൻഡ് ഹി കെയിം ഡൗൺ ആൻഡ് ഹി സോ ദി എർത്ത് വാസ് വോയിഡ് ആൻഡ് ഷേപ്ലെസ് ആൻഡ് ഹി സോ ഡാർക്ക്നെസ് അപ്പോൺ ദ ഡീപ്. ആഴത്തിന്മീതെ ഇരുൾ വ്യാപരിക്കുന്നു അവൻ കണ്ടു. നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ഇസ് മൈ പ്ലേസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എക്സാക്ട്ലി ദിസ് ഇസ് ഹാപ്പനിങ്. നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇരുൾ പാളിച്ച വരുത്തിയോ, എവിടെ ഇരുൾ കാർന്നു നിന്നോ, എവിടെ ഇരുൾ നമ്മളെ വോയിഡാക്കിയോ ഷേപ്പ്ലെസ് ആക്കിയോ, നമ്മുടെ രൂപത്തെ നശിപ്പിച്ചു കളഞ്ഞോ, എവിടെ ഇരുൾ നമ്മളെ കാർന്നു തിന്നോ, അവിടെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ മോളിൽ അവൻ പരിവർത്തിക്കുകയാണ്. അതിന്റെ മോളിൽ that is a great spiritual truth. I really praise God because നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ കണ്ണടയ്ക്കുന്നവനല്ല അവൻ. നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ ഓർത്ത് നമ്മളെ ശിക്ഷിക്കാനായിട്ടോ അല്ല അവൻ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്തിനാണ്? നമ്മൾ റീബിൽഡ് ചെയ്യാനാണ്, നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനാണ്, നമ്മൾ റെസ്റ്റോർ ചെയ്യാനാണ്. എവിടെ പിശാച് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞോ, എവിടെ പിശാച് നമ്മളെ ഷേപ്പ്ലെസ് ആക്കിയോ, എവിടെ പിശാച് നമ്മളെ ശൂന്യമാക്കിയോ, അതിന്റെ മേൽ പരിവർത്തനം ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? The Holy Spirit restore. Our God is a creator God. He never sleeps. He is always active. And our God is a God who is very much concerned about His creation. And our God is a God who never abandons. ഇതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകതകളാണ്. And finally, our God is